ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. (2025) മെയ് മാസം 11 മുതൽ 17 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം അലർജി സംബന്ധമായ അസുഖത്തിന് സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാലുവേദനയും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ബുദ്ധിമുട്ടോ ഇടയ്ക്കിടെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടോ വരാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വാഹന അപകടങ്ങളോ വാഹന സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാൽക്കാലികളിൽ നിന്നുള്ള ദോഷങ്ങൾ, ഏതെങ്കിലും പട്ടി അതുപോലുള്ള നാൽക്കാലികളിൽ നിന്ന് മൃഗങ്ങളിൽ നിന്നുള്ള ദോഷങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹന സംബന്ധമായിട്ട് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യപരമായിട്ട് ഈ വാരം നന്നായിരിക്കും. കടം വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലവുകൾ അനുഭവപ്പെടും. മുൻകോപം പിടിവാശം കഴിയുന്നത് കുറയ്ക്കുന്നത് നന്നായിരിക്കും. പൊതുവെ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക. തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ നന്നായിരിക്കും. മിഥുനരാശി. മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത ചിലവുകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. എന്നാലും അമിതമായിട്ടുള്ള ചിലവുകൾ അനുഭവപ്പെടും. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ സൂക്ഷിക്കണം. കർക്കിടരാശി. പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഈ വാരം എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. മുൻകോപ പിടിവാശം കഴിയുന്നത് കുറയ്ക്കണം. ദാമ്പത്യ സുഖക്കുറവോ വിരഹ ദുഃഖമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രയാസങ്ങൾ അനുഭവപ്പെടും. തൊഴിൽപരമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും പ്രമോഷനോ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥലം മാറ്റമോ പ്രതീക്ഷിക്കാം. പൊതുവെ മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാകും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യത പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും ചൊവ്വാഴ്ച ദിവസം കിടാവിളക്കിൽ നല്ലെണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ചിങ്ങരാശി. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടാവും. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും മനസമാധാനവും ലഭിക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ ഈ വാരം നല്ലതാണ്. കന്നിരാശി. ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യത്തെ 30 നാഴിക കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യമായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം പിടിവാശം കഴിയുന്നത് കുറയ്ക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സഹോദര സ്ഥാനിയിൽ നിന്ന് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കേസ് വഴക്കുകളോ കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. പൊതുവെ ഭാഗ്യം നിറഞ്ഞൊരു വാരമായിരിക്കും ഈ വാരം. തുലാം രാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി.
തുലാരാശിക്കാർക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും. ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം. ഇതിൽ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഗൃഹവാഹനാദി സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. ബന്ധുജന പ്രീതിയും പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നല്ലതാണ്. വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴികത്തിൽ അനിടവും കേട്ടയും തമ്മിൽ വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് പൊതുവെ വാരം സാമ്പത്തിക അഭിവൃദ്ധിയും മനസ്സന്തോഷവും ഐശ്വര്യവും വന്നുചേരും. ബന്ധുഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ബന്ധുക്കളിൽ നിന്നുള്ള നേട്ടങ്ങളും ഈ വാരത്തിലുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഗൃഹവാഹനായി സൗഖ്യം ഉണ്ടാവും. മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതിനുള്ള സാധ്യത തെളിഞ്ഞു വരും. പൊതുവെ വാരം നല്ലതാണ്. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച വരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് പൊതുവെ സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കും. വിശേഷ വസ്ത്രാഭരണാദി ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പുതിയ വാഹനം വാങ്ങിക്കുന്നതിനോ വീട് വയ്ക്കുന്നതിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കാര്യസാധ്യത ഉണ്ടാവും. ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ രീതിയിൽ കഫക്കെട്ടോ ജലദോഷമോ തൊണ്ടവേദന കഫക്കെട്ടോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ശാരീരിക ക്ലേശങ്ങൾ ഒഴിച്ചാൽ പൊതുവെ ഈ വാരം നന്നായിരിക്കും. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. ദോഷപരിഹാരമായിട്ട് മഹാസുദർശന യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. വിവാഹ തടസ്സവും ജാതകത്തിൽ കാണുന്നുണ്ട്. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാവും. പൊതുവേ കാലുവേദന, വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ചെറിയ ബുദ്ധിമുട്ടുകൾ, ഉദര സംബന്ധമായിട്ടുള്ള അസുഖത്തിനൊക്കെ സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക. തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഭഗവതി പ്രീതി വരുത്തുന്നതും നല്ലതാണ്. കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് പൊതുവെ ധനപരമായിട്ട് വളരെ നല്ല സമയമാണ്. പല വിധത്തിലുള്ള ധനലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. സന്താനങ്ങളാൽ മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും. അന്യദേശവാസത്തിന് യോഗമോ ചെറിയ യാത്രകളൊക്കെ ഉണ്ടാവും. പുണ്യതീർത്ഥങ്ങളൊക്കെ സന്ദർശിക്കാനിട വരും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ടും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. ശിവപ്രീതി വരുത്തുക. ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നതും ശിവനെ ധ്യാനിക്കുന്നതും ശിവന് ധാര ഒഴിക്കുന്നതും ശനിയന്ത്രം ധരിക്കുന്നതുമൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9. മൊബൈൽ നമ്പർ 9447471711.